എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിജീഷ് എന്നാണ്. എൻ്റെ സ്വദേശം കോവളമാണ്. വൈഫ്, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അതിൽ മൂത്തത് മകൻ, അവന് 11 വയസ്സ്. രണ്ടാമത്തത് മകൾ, അവൾക്ക് 5 വയസ്സ്. അവൾക്ക് കൃത്യം പറഞ്ഞാൽ 5 വയസ്സല്ല, അവൾക്ക് ഇപ്പോൾ 7 വയസ്സാണ്. ആ കുഞ്ഞിപ്പോൾ കർത്താവിൻ്റെ കൂടെയാണ്, രണ്ടാമത്തെ കുഞ്ഞ്. അതൊരു വലിയ സാക്ഷ്യമാണ്. അത് ദൈവം അനുവദിച്ചാൽ പറയാം. ആ കുഞ്ഞിൻ്റെ നഷ്ടം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു, വല്ലാതെ കരയിപ്പിച്ചു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. ശുശ്രൂഷയൊക്കെ തീർന്നെന്ന് സാത്താൻ പറഞ്ഞ മേഖലയായിരുന്നു. എന്നാൽ സ്വർഗം ഞങ്ങളെ കൈവിട്ടില്ല. കർത്താവ് ഞങ്ങളെ പിടിച്ചു ഞങ്ങളുടെ കരത്തിൽ. മനുഷ്യൻ പറഞ്ഞു, സാത്താൻ പറഞ്ഞു ഇതോടെ എല്ലാം തീർന്നെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ചിലത് തുടങ്ങാൻ പോവുകയാണ്. 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതി എൻ്റെ 5 വയസ്സുള്ള കുഞ്ഞ് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ച അവൾ മരിച്ചിട്ട് 2 വർഷം തികയുകയാണ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഞാൻ നഷ്ടങ്ങളുടെ ദൈവമല്ല, ഞാൻ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നൊരു ദൈവമാണ്. 2025 ജൂൺ മാസം 3-ാം തീയതി എൻ്റെ വൈഫിന് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്നെ കൊടുത്തു. ഞങ്ങൾക്ക് നഷ്ടമായത് പെൺകുഞ്ഞാണ്, ദൈവം ഞങ്ങൾക്ക് തന്നത് പെൺകുഞ്ഞ് തന്നെയാണ്. ഈ പഴയ അമ്മച്ചിമാരൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ ചുറ്റുപാടൊക്കെ ഉണ്ട്. നിറവയറായിട്ടിരിക്കുന്ന എൻ്റെ വൈഫിനെ കണ്ട അമ്മച്ചിമാരും ആൻറ്റിമാരെല്ലാം പറഞ്ഞു, ഇത് ആൺകൊച്ചു തന്നെയാണ്. പക്ഷെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പെൺകൊച്ചാണ്. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് തരേണ്ടതും പെൺകൊച്ചു തന്നെയാണ്. ഞാൻ പറയാം, 97% ആൾക്കാരും പറഞ്ഞു ഇത് ആൺകൊച്ച. കാരണം ഈ വയറിന്റെ പൊസിഷനും രീതിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ പലതും പറഞ്ഞു. പക്ഷെ പുറത്ത് വന്നപ്പോൾ അത് മറ്റൊരു അത്ഭുതം, എൻ്റെ വൈഫിനെ ഡെലിവറി എടുക്കാൻ ഞങ്ങൾ വൈഫിനെ കാണിച്ചു കൊണ്ടിരുന്ന ഒരു പെന്തക്കോസ്റ്റ് ഡോക്ടറെയാണ്. തക്കേട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഷീബ ദാസ്. ആ മേഡത്തിന് ഞങ്ങളുടെ ഹിസ്റ്ററി എല്ലാം അറിയാം. അപ്പോൾ ആ മേഡം ഞങ്ങളത് പറഞ്ഞു, പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഒരു പെൺകുഞ്ഞിനെ നമുക്ക് തരട്ടെ. സ്തോത്രം. എൻ്റെ വൈഫിനെ ആ മേഡം ഡെലിവറി എടുക്കുമ്പോൾ എൻ്റെ വൈഫ് 2 മടങ്ങി വന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഡെലിവറി പ്രിയ മേഡം എടുക്കുമ്പോൾ കുഞ്ഞ് പുറത്ത് വന്ന് കരയുമ്പോൾ മേഡം ഹല്ലേലൂയാ എന്ന് ഉറക്കെ വിളിച്ചു. എൻ്റെ വൈഫിൻ്റെ പേര് ശ്യാമ എന്നാണ്. ആ ഡോക്ടർ കുഞ്ഞിനെ കരത്തിൽ ഉയർത്തിപ്പിടിച്ച് എൻ്റെ വൈഫിൻ്റെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, ഇടി ശ്യാമ, നമുക്ക് കർത്താവ് പെൺകുഞ്ഞിനെ തന്നു. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് മടക്കി തന്നു. ഏറ്റവും വലിയ രസമെന്ന് ഏറ്റവും വലിയ മറ്റൊരു അത്ഭുതം, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ചർച്ചിലെ വേറെ 2 സഹോദരിമാരും പ്രഗ്നൻ്റായി. സ്തോത്രം. അവരെല്ലാവരും നോക്കി, അവര് ഫസ്റ്റ് ഡെലിവറിയാണ്, അവരുടെ 2പേരും ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ 2 പേരും എന്ന് പറഞ്ഞാൽ 2 ഭർത്താക്കന്മാരും ആ സഹോദരിമാരും പറഞ്ഞു, പാസ്റ്റർ ഫസ്റ്റ് ആണ് തന്നെ വേണം, ഫസ്റ്റത്തത് ഞങ്ങൾക്ക് ആൺകുഞ്ഞ് തന്നെ വേണം. ഞാൻ പറഞ്ഞു എന്തായാലും പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ സ്വപ്നം കാണുമ്പോഴെല്ലാം പെൺകുഞ്ഞുങ്ങളാണ് ഉദരത്തിനകത്ത്. ഒറ്റ വാക്കിൽ പറയാം, 2 സഹോദരിമാരും പ്രസവിച്ചു. ഒരു സഹോദരി 1 മാസം മുമ്പ് പ്രസവിച്ചു, അതും പെൺകുഞ്ഞ്. അടുത്ത സഹോദരി ഇന്നലെ പ്രസവിച്ചു, അതും പെൺകുഞ്ഞ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മടക്കി തന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ പറയാം, ഈ പുസ്തകം നിങ്ങൾ എടുത്തത് വെറുതെയല്ല. ഈ യേശുവിന്റെ പുറകാരെ നിങ്ങൾ ഇറങ്ങി തിരിച്ചത് വെറുതെയല്ല. നിങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ കരയുന്നതും, നിങ്ങൾ നിലവിളിക്കുന്നതും, ഉപവസിക്കുന്നതും, നിങ്ങൾ ദൈവസന്നദ്ധിയിൽ കൊടുക്കുന്ന വിലകൾ, അത് വെറുതെയല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല.
ഇന്നല്ലെങ്കിൽ നാളെ അവൻ മടക്കി തരുന്ന ദൈവമാണ്. എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ, എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ, നിങ്ങളുടെ നഷ്ടം ഏത് മേഖലയിലാണോ, നിങ്ങളുടെ നഷ്ടം ഏത് സാഹചര്യത്തിലാണോ, അതിനെ മടക്കി തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്നത്. ആ ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. ഇതുവരെയും കർത്താവ് കൊണ്ടുവന്ന ദൈവിക കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ എൻ്റെ സ്നേഹത്തെ, വന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ദൈവ ശബ്ദത്തിലേക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം, അതിൻ്റെ 13-14 വാക്യങ്ങൾ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറയും. ഒരു നിമിഷം ആ കണ്ണുകൾ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ കഴിയുമെങ്കിൽ ആ വിശുദ്ധ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാ നാവുകളും തുറന്ന് എല്ലാ ശബ്ദം ഉയർത്തി ഞാൻ എവിടെ പോയാലും ഞാൻ വിശ്വസിക്കുന്നത് ഈ ദൈവം എന്നെ എവിടെ നിർത്തുന്നോ ആ പ്ലാറ്റ്ഫോം ദൈവത്തിന് നിൽക്കേണ്ട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ പകരക്കാരനാക്കി ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അതാണ് എൻ്റെ വിശ്വാസം അന്നും ഇന്നും. അങ്ങനെയെങ്കിൽ ഈ ദൈവസഭയുടെ ഉപവാസത്തിന്റെ 2-ാമത്തെ ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കകത്ത് ഉറപ്പുണ്ട്, ഞാൻ വെറുതെ നിൽക്കുകയല്ല, ദൈവത്തിന്റെ പകരക്കാരനാക്കി ദൈവം എന്നെ നിർത്തുകയാണ്. എനിക്കൊന്നും പറയാനില്ല, പക്ഷെ ദൈവത്തിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. എനിക്കൊന്നും ചെയ്യാനില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് ചിലത് ചെയ്യാനുണ്ട്. എനിക്കൊന്നും ചെയ്തെടുത്തിന്റെ നാമത്തെ ഉയർത്താൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. കമോൺ, കൊതിയോടെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർ നാവുകളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആഗ്രഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുകയാണ്. എല്ലാ നാവുകളും തുറന്ന് എല്ലാ ശബ്ദങ്ങളെ ഉയർത്തി യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായി തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഭൂമിയിലൊക്കെ മൂടാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് നല്ലവൻ. അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. നമ്മുടെ അന്വേഷണം മുഴുവൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കാത്തിരിപ്പ് മുഴുവനും കർത്താവാണ്. ഒരുമിച്ച് ആ കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി ജീസസ് യേശുവേ നാടും വീടും കൂടുള്ളോരേടി ഇടുക്കമീ പാത കടന്നിടണം. നാടും വീടും കൂടുള്ളോരേടി ഇടുക്കമീ പാത കടന്നിടണം. ഒരുക്കാൻ പോയി വരുമെന്നു കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി
പേരെല്ലാം നിനക്കല്ലയോ കുറുകി കുറുപ്രാവേ കുറുപ്രാവേ ഇണവര കുറുകി കുറുപ്രാവേ ഓ കുറുകി ഞരങ്ങി കാത്തിരി. ഓ നാടും വീടും കൂടുള്ളോർ വെടിയും ഇടുക്കമീ പാത നീ കടന്നിടണം. നാടും വീടും കൂടുള്ളോർ വെടിയും ഇടുക്കമീ പാത നടന്നിടണം. മടുത്തിടാതെ മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ സഹിച്ചിടണം. കുറുകി കാത്തിരിക്കും കുറുപ്രാവേ ഇണവരായി കുറുകി കുറുപ്രാവേ ഓ കുറുകി എല്ലാ കരമുയർത്തി ശബ്ദമുയർത്തി ഓ ആരാധന worship you Lord, we worship you Lord. Oh ആരാധന ആരാധന
പ്രാർത്ഥനയോടെ തിരുപാദപീഠത്തിൽ ഞങ്ങൾ അണയുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും കർത്താവാണ്. ഞങ്ങളുടെ ആശ്രയം മുഴുവനും കർത്താവാണ്. ഞങ്ങൾ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഒരുപോലെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളെ ഒരുപോലെ ശക്തീകരിക്കണമേ. ആസ ദൈവത്തിന്റെ മുൻപാകെ പ്രാർത്ഥിച്ചതുപോലെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നിന്റെ കരമല്ലാതെ മറ്റൊരു കരമില്ല. അതേ കർത്താവെ, ബലഹീനരാകുന്ന ഞങ്ങളെ സഹായിപ്പാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലിലും ആ വിരിച്ചൊരുക്കിയ കരം ഇതിനകത്ത് ഇറങ്ങി വരുന്നത്. ആണിപ്പഴുതേറ്റ കരം, അത്ഭുതങ്ങളെ ചെയ്യുന്ന കരം, വിടുതലുകളെ വെളിപ്പെടുത്തുന്ന കരം, വാതിലുകളെ തുറക്കുന്ന കരം, അധികാരത്തിന്റെ താക്കോലുകൾ കൈമാറുന്ന കരം. തകർച്ചയുടെ നടുവിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയെടുക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നു പകൽ ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന നിമിഷങ്ങളാകുക. ഞങ്ങൾ കർത്താവിന് ആമേൻ പറയുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ കർത്താവ് ഞങ്ങൾ ജയം ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്. ദേശത്തിന്റെ ആധിപത്യങ്ങളെ, വ്യക്തികളെ കുടിയിരിക്കുന്ന വ്യക്തികളെ അവകാശം പറയുന്ന, ദേശത്തെ അവകാശം പറയുന്ന സകല ഇരുട്ടിന്റെ കുടിയിരിപ്പുകളെയും ഇന്ന് പകൽ ഒരുമിച്ച് അതിനെ വെട്ടുകയാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ഇന്ന് പകലൊരു പുറപ്പാടിന്റെ പകലാകട്ടെ, അധികാരത്തിന്റെ പകലാകട്ടെ, ശുശ്രൂഷയുടെ ഇരട്ടി പങ്കിന്റെ പകലാകട്ടെ, ഒരു നിയോഗത്തിന്റെ പകലാകട്ടെ, ഒരു ഉയർപ്പിന്റെ പകലാകട്ടെ, ഒരു അത്ഭുതത്തിന്റെ പകലാകട്ടെ, ഒരു പകർച്ചയുടെ പകലാകട്ടെ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. മൂന്നാമത്തെ പ്രഭാതത്തിൽ യേശുവിന്റെ ശരീരത്തിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി അടിച്ചപ്പോൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുക. Yes, Lord, thank you for your presence. സകലമാന മഹത്വം പുകഴ്ച ആരാധന യേശുവിന്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, കരവും ശബ്ദം ഉയർത്തിയാമേ പറഞ്ഞാണ്. നിങ്ങളെ ഒത്തിരി ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് വരാൻ ഞാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട്. ആഗ്രഹത്തോടെ മനസ്സോടെ വായിച്ച വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സുപരിചിതമായൊരു വേദഭാഗമാണ് ഇന്നത്തെ പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ആധാരമായി വായിച്ചത്. ഒത്തിരി നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ ഒരു പക്ഷേ ഇതിന്ന് പല ദൂതുകളൊക്കെ കേൾക്കുകയൊക്കെ സാഹചര്യമാണ്. എങ്കിലും ഈ വചനവുമായി ബന്ധപ്പെട്ട ദൈവം എന്നോട് സംസാരിച്ച ചില ദൂതുകളെ, ചില വെളിപ്പാടുകളെ നിങ്ങളുമായിട്ട് കൈമാറാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെയാണ് നിയോഗിക്കുന്നത് അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. നിങ്ങളുടെ ദാഹവും കൊതിയും വാഞ്ചയും എത്രത്തോളം ശക്തമാണോ അത്രത്തോളം വേഗതയായിരിക്കും ദൈവം പ്രവർത്തിക്കുക. ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കാം. നിങ്ങളുടെ വാഞ്ചയും കൊതിയും എത്രത്തോളം ദാഹമുള്ളതാണോ അത്രയും വേഗതയായിരിക്കും ദൈവം പ്രവർത്തിക്കുക. ഭയങ്കര വേഗതയായിരിക്കും. നിങ്ങൾ താമസിക്കും തോറും ദൈവപ്രവൃത്തി താമസിക്കും. നിങ്ങൾ വേഗതയുള്ളവരാണെങ്കിൽ ദൈവപ്രവൃത്തിയും. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്. നിങ്ങളെ വിളിച്ച ദൈവത്തെ നിങ്ങൾ നോക്കണം. നിങ്ങളോടുള്ള ദൂതാണ് ദൈവം ഇപ്പോൾ റിലീസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കാതെ അതിനെ പ്രതികരിക്കും. അത് പല നിലകളിൽ പ്രതികരിക്കും. ചാടി എഴുന്നേറ്റ് ആമേൻ പറഞ്ഞാൽ അകത്ത് അഭിഷേകം തിളയ്ക്കുന്നെങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്. ചാടി എഴുന്നേറ്റ് ആമേൻ പറഞ്ഞേക്കണം. ഹല്ലേലൂയ പറയാൻ നിയോഗമാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ പറഞ്ഞേക്കണം. ആമേൻ പറയാനാണ് നിയോഗമെങ്കിൽ ആമേൻ പറഞ്ഞേക്കണം. ആ ദൂതന്റെ മുൻപാകെ നെടുമ്പാട് വീണ് കിടക്കാനാണ് നിയോഗമെങ്കിൽ
നിങ്ങളത് പ്രതികരിക്കണം കേട്ടോ. ആ ദൂതിനോട് നിങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് ആ ദൂത് നിങ്ങളുടേതായി മാറുന്നത്. ഓ റബ ശതരമന. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ വചനം, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, അത് വെറുതെ മടങ്ങി പോകത്തില്ല. അതിന്റെ ഉദ്ദേശം എന്താണോ അത് ചെയ്തെടുത്തിട്ട് ദൈവത്തിന്റെ വചനം മടങ്ങി പോകത്തുള്ളൂ. ഈ ഭൂമിയിൽ വീഴുന്ന വിത്തിന്റെ മുകളിൽ മഞ്ഞും മഴയും പെയ്യുമ്പോൾ ആ വിത്തിനകത്ത് ഒരു കിളിർപ്പ് പുറത്തു വരുന്ന പോലെ ദൈവത്തിന്റെ വചനം എന്നെ നോക്കി നിന്നെ നോക്കി ദൈവം വിളിച്ചു പറയുമ്പോ, യെസ്, അതിനെ ആമേൻ പറയാൻ തയ്യാറാകുമ്പോ അത് നിന്റെ അകത്ത് കിളിർത്ത് നിന്റെ അകത്ത് അത് പൊട്ടി പുറപ്പെട്ട് ഒരു വലിയ ദൈവ പ്രവൃത്തിയായത് മാറും. ഓ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ദൂതിലേക്ക് വരാം. ഈ പത്രോസിന്റെ അടുക്കൽ യേശു വരികയാണ് ദാഹത്തോടെ എന്ന് പറഞ്ഞ് വചനം കേൾക്കാൻ തിരക്കി നിൽക്കുന്ന ജനത്തിന്റെ മുൻപാകെ യേശു പത്രോസിന്റെ പടകിനെ ആവശ്യപ്പെട്ട് ആ പടകിനകത്ത് കയറി യേശു ജനത്തോട് സംസാരിച്ചു. സംസാരിച്ച അനന്തരം യേശു പത്രോസിനോട് പറയുന്ന പദം ഇങ്ങനെയാണ്: പത്രോസെ, ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. പത്രോസിന്റെ മറുപടി ശ്രദ്ധിച്ചേ. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അടുത്ത വാക്ക്, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയെറിയാമെന്നല്ല, ഞാൻ വലയെറിയാം. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാം? കർത്താവേ, നിന്റെ വാക്കിന്റെ മുമ്പിൽ എന്റെ കൂടെയുള്ളവര് വലയെറിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്നലെ രാത്രി മുഴുവനും അധ്വാനിച്ച അവരെല്ലാവരും അവരെല്ലാവരും തളർന്നിരിക്കുക, ഞാനും തളർന്നിരിക്കുക. അവർ ഈ വാക്കിന്റെ മുമ്പിൽ എറിയുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, അവരെറിഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയെറിയാൻ തയ്യാറാണ്. ആ ഒരൊറ്റ ഉറപ്പ്, ആ ഒരൊറ്റ പ്രതികരണം, അവന്റെ വല നിറച്ചതുപോലെ, ആ പടക് നിറച്ചതുപോലെ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയാം, ഈ രണ്ടാമത്തെ പകലിൽ അങ്ങനെ പ്രതികരിക്കുന്ന നിന്റെ പടക്, നിന്റെ വലയെ, നിന്റെ ജീവിതത്തെ ദൈവം നിറയ്ക്കാം. ഓ റബ്ബ ശതേ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അറിയാമുണ്ടെങ്കിൽ ഞാനും ഉണ്ടെന്നല്ല, എല്ലാവരും അറിയാമുണ്ടെങ്കിൽ ഞാനും ഒരു സൈഡിൽ നിന്ന് അറിയാമെന്നല്ല, എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടെന്നല്ല. പിന്നെയോ കർത്താവേ, അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം, ഞാൻ അറിയാൻ തയ്യാറാണ്, ഞാൻ അറിയാൻ തയ്യാറാണ്. നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അങ്ങനെ നീ ഒരു മനോഭാവത്തോടെ ഇന്നും പകലിൽ എഴുന്നേൽക്കാൻ തയ്യാറെങ്കിൽ നീ പോകുന്നത് വെറുതെയാകത്തില്ല. നീ മടങ്ങുന്നത് ഒരു ദൈവ പ്രവൃത്തി കണ്ട്, ഒരു വിടുതൽ കണ്ട്, ഒരു അത്ഭുതം കണ്ട്, ഒരു ദൈവിക കരുതൽ കണ്ട്. വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തിൽ വരിക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. 4 ദൈവശബ്ദങ്ങൾ അവിടെ നമുക്ക് വായിച്ച്, 4 ദൈവശബ്ദങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ദൈവശബ്ദം ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കുക. രണ്ടാമത്തെ ദൈവശബ്ദം യഹോവ നിങ്ങൾക്ക് ഒരുക്കുന്ന രക്ഷ നാളെ കാണുമെന്നല്ല, അടുത്ത ആഴ്ച കണ്ടേക്കാമെന്നല്ല, ഡിസംബർ 31-ാം തീയതി കാണാൻ സാധ്യതയുണ്ടെന്നല്ല. പിന്നെയോ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷ നിങ്ങൾ
അവിടെ ഒരു പദമുണ്ട്, നിങ്ങൾ ഇന്ന് കാണും. മൂന്നാമത്തെ ദൈവശബ്ദം, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണത്തില്ല. നാലാമത്തെ ദൈവശബ്ദം, നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. സാഹചര്യം നമുക്കെല്ലാം സുപരിചിതമാണ്. ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം എത്തി നിൽക്കുമ്പോ ദൈവമനുഷ്യനാകുന്ന മോശയിലൂടെ ദൈവം കൈമാറുന്ന 4 ദൂതുകളാണ്. ആ ഭാഗം വിശദീകരിച്ച് പഠിക്കപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 4 ദൈവശബ്ദങ്ങൾ ഒരൊറ്റ കൂട്ടരോടാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് ചിന്ത വരും. പക്ഷേ ഇത് വിഭജിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇത് 4 ദൈവശബ്ദങ്ങൾ ഒരൊറ്റ കൂട്ടരോടല്ല, 4 കൂട്ടരോടാണ്. 4 കൂട്ടരോടുള്ള ദൈവശബ്ദമാണ് ഈ 4 കാര്യങ്ങൾ. ആരാ 4 കൂട്ടര്? അവരെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ച് ഈ ദൂതിലേക്ക് വരാൻ പോകുക. ലഭ്യമാകുന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ദൈവശബ്ദം, നിങ്ങൾ ഇതുവരെയും കേൾക്കാത്തൊരു ദൈവശബ്ദം നിങ്ങളുമായി കൈമാറാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. 4 കൂട്ടരോടുള്ള ദൈവശബ്ദം. ആരാണ് ഈ 4 കൂട്ടർ? ഈ 4 കൂട്ടരെ കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ജോസഫിലോട്ട് വരണം. ജോസഫിനെ നമുക്കറിയാം. ജോസഫിലോട്ട് വരണം. ജോസഫ് ആരാന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അബ്രഹാമിലോട്ട് വരണം. അപ്പൊ ഈ 2 മേഖലകളെ ഒന്ന് തൊട്ട് ദൈവസന്നിധിയിൽ വായിച്ച വേദഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിലോട്ട് വരണം. അബ്രഹാമിന്റെ വിളി ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയും. അതുമുതൽ ചില അധ്യായങ്ങളിൽ അബ്രഹാമിന്റെ ചരിത്രം വളരെ ശക്തമായി നിറഞ്ഞു നിൽക്കപ്പെടുകയാണ്. ഈ അബ്രഹാമിന്റെ സന്തതിയാണ് ഇപ്പോൾ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. രാമേ പറഞ്ഞു. അപ്പൊ ഈ അബ്രഹാമിന്റെ വിളി 12-ാമത്തെ അധ്യായത്തിൽ വളരെ ശക്തമായി വെളിപ്പെടുത്തുകയാണ്. ഈ അബ്രഹാമിന്റെ വിളിയെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഈ ഭൂമിയിലെ അവസ്ഥ, സാഹചര്യം എന്തായിരുന്നു? ഈ ഭൂമിയിലെ സാഹചര്യം എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങൾ നമ്മൾ പഠിക്കപ്പെടുമ്പോൾ ആ ഭൂമിയിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വിളിയുടെ പുറകിലെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങൾ നമ്മൾ പഠിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ 3 വീഴ്ചകളാണ്. എത്ര വീഴ്ചകളാണ്? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞാട്ടെ, 3 വീഴ്ചകളാണ്. 3 വീഴ്ചകളാണ്. ഒന്നാമത്തെ വീഴ്ച, ഈ ഭൂമിയിലെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ വീഴ്ച, ദൈവം ഭൂമിയിൽ ഉണ്ടാക്കിയ ഏദൻ തോട്ടം, ആ ഏദൻ തോട്ടത്തിനകത്ത് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യന്റെ വീഴ്ചയാണ്. മനസ്സിലായില്ലാമേ പറഞ്ഞാട്ടെ, മനുഷ്യന്റെ വീഴ്ചയാണ്. ഭൂമിയിലെ പൊടി കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി, ആ രൂപത്തിന്റെ മൂക്കിലോട്ട് ദൈവം ജീവശ്വാസം ഊതി. ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ ശരീരം ജീവനുള്ള ദേഹിയായി മാറി.
3 അധികാരങ്ങൾ ദൈവം കൊടുത്തു. 1 ആകാശത്തിന്റെ മേൽ, 2 ഭൂമിയുടെ മേൽ, 3 സമുദ്രത്തിന്റെ മേൽ. ഈ 3 അധികാരങ്ങൾ ദൈവം മനുഷ്യന് വാഗ്ദത്തമായി കൽപ്പിച്ചു. അവന്റെ ജീവിതത്തിനകത്തൊരു ഏകാന്തത ദൈവം കണ്ടു. ആ ഏകാന്തത അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല. പകരം ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ സമ്പൂർണതയിൽ നിന്നുകൊണ്ട് അവന് തുണയായി കൂടെ ഇരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. അടുത്ത വചനം പഠിപ്പിക്കുന്ന ഭാഗം, ഇവരെ രണ്ടുപേരെയും ദൈവം എന്താ ചെയ്തത്? സ്വത്രം ഭൂമിയുടെ കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിനകത്ത് ഇവരെ ആക്കിയിട്ട് ദൈവം കൊടുത്ത 2 കൽപ്പനകൾ വളരെ ശക്തമാണ്. ഒന്ന്, ഈ തോട്ടത്തെ നീ കാക്കണം. സ്തോത്രം. ഈ തോട്ടത്തെ നീ കാക്കണം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ തോട്ടം എന്റെ തോട്ടമാ, ഞാൻ നിനക്ക് തരികയാണ്. ആവശ്യമില്ലാത്ത ഒന്നിനെ ഇതിന്റെ അകത്ത് കേറ്റരുത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഈ തോട്ടത്തെ നീ കാക്കണം. അർത്ഥം ഇത്രയേ ഉള്ളൂ. എടാ, ഈ തോട്ടം നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു, നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. തോട്ടത്തെ കാക്കുക എന്ന് പറയുന്ന അർത്ഥം ആവശ്യമില്ലാത്ത ഒന്നിനെയും ഇതിനകത്ത് കയറ്റരുത്. ഇത് കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ആവശ്യമില്ലാത്ത ഒന്നിനെയും നീ ഇതിനകത്ത് കയറാൻ അനുവദിക്കരുത്. ഒരു ദൂത് അവിടെ നിന്ന് പറയാം: സഭ എന്നത് ദൈവത്തിന്റെ തോട്ടമാണ്. നിന്റെ കുടുംബം എന്നത് ദൈവത്തിന്റെ തോട്ടമാണ്. നിന്റെ ഭവനം എന്നത് ദൈവത്തിന്റെ തോട്ടമാണ്. ദൈവത്തിന് നിന്നോട് പറയാനുള്ള കൽപ്പന, ആവശ്യമില്ലാത്തതിനെ ഒന്നും അതിനകത്ത് നീ കയറ്റരുത്. ആവശ്യമില്ലാത്തതിനെ ഒന്നും, ദൈവഹിതമില്ലാത്തതിനെ ഒന്നും, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെ ഒന്നും അതിനകത്ത് കയറ്റരുത്. രണ്ടാമത്തെ കൽപ്പന, നീ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഈ 2 കൽപ്പനകൾ ദൈവം കൊടുത്തിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അവരെ ദൈവം തോട്ടത്തിനകത്താക്കി. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവിടെ ഒരു ചിന്ത എന്നെ ചിന്തിപ്പിച്ചത്, ഈ ഭൂമിയിലെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആദാമിന് ദൈവം 3 അധികാരങ്ങളെ വാഗ്ദത്തം ചെയ്തു. ഈ വാഗ്ദത്തം ചെയ്തതിന് ശേഷം ദൈവം പറയുക, നിങ്ങൾ ഈ ഭൂമിയെ പെരുകി ഈ ഭൂമിയെ നിങ്ങൾ സ്വർഗമാക്കി മാറ്റണം. ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ആദാമിനെ എന്തിനാ ഒരു തോട്ടം ഉണ്ടാക്കി ഒരു സ്പെസിഫിക് പ്ലേസിനകത്താക്കിയേ? പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വലിയ ഭൂമി, ഈ ഭൂമിയിൽ നിന്ന് ദൈവം മണ്ണെടുത്ത് ആദാമിനെ ഉണ്ടാക്കി. അവന് ദൈവം ജീവശ്വാസം കൊടുത്ത് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം ഈ ഭൂമിയിൽ വച്ച് ഇവന് അധികാരങ്ങളുടെ വാഗ്ദത്തം കൈമാറി. എന്താ വാഗ്ദത്തം? ആകാശത്തിന്റെ അധികാരം ഞാൻ തരാൻ പോകുന്നു, ഭൂമിയിലെ അധികാരം ഞാൻ തരാൻ പോകുന്നു, സമുദ്രത്തിന്റെ മേലുള്ള അധികാരം ഞാൻ നിനക്ക് തരാൻ പോകുന്നു. എന്നിട്ട് ദൈവം എന്താ ചെയ്തേ? ഇവനെ നേരെ വിളിച്ച്, ഇവന്റെ കൂടെ വൈഫുണ്ട്, അതുകൂടെ ചിന്തിച്ചോണേ, ഹൗവയെ വിളിച്ച് 2 പേരെയും, ഇത് ഏദൻ തോട്ടമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ദൈവദാസന്മാരിരിക്കുന്ന സ്ഥലം ഏദൻ തോട്ടമാണെന്ന് ചിന്തിക്കുക. ഈ ഏദൻ തോട്ടത്തിനകത്തേക്ക് ദൈവം ഇവനെ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടത്തിനകത്തേക്ക് ദൈവം ഇവനെ കൊണ്ടുവരികയാണ്. ഇവനെ കൊണ്ടുവന്നിട്ട് ദൈവം ഇവരെ 2 പേരെയും ഈ തോട്ടത്തിനകത്താക്കുകയാണ്. എന്നിട്ട് ദൈവം ഇവരോട് പറയുന്ന കൽപ്പന നിങ്ങൾ ശ്രദ്ധിച്ച്, നീ വേല ചെയ്യണം. 2, ഈ തോട്ടത്തെ നീ കാക്കണം. നീ വേല ചെയ്യണം, നീ തോട്ടത്തെ കാക്കണം. ആവശ്യമില്ലാത്തതിനെ ഒന്നും കയറ്റരുതെന്ന് പറഞ്ഞ് ഈ പ്രത്യേക സ്ഥലത്ത് ദൈവം ഇവനെ ആക്കി. ഒരു സ്തോത്രം പറഞ്ഞാണ്ടേ. എന്റെ ചോദ്യം ഇതാണ്: ഭൂമിയിൽ വെച്ച് തോട്ടത്തിന് പുറത്ത് വെച്ച് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം അവിടെ വെച്ച് അധികാര വാഗ്ദത്തം കൈമാറിയിട്ട് ആ അധികാരത്തിന്റെ താക്കോലങ്ങ് കൊടുത്താ പോരെ? പിന്നെ എന്നാത്തിന് ഒരു തോട്ടം ഉണ്ടാക്കേണ്ട ആവശ്യകത? സ്വത്രം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാട്ടെ. ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട്
അതിനകത്ത് ആദാമിനെയും ഹവ്വേനെയും ദൈവത്തിനാക്കേണ്ട ആവശ്യകത എന്താ? ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞോട്ടെ. അതിനകത്ത് ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു മറുപടിയുണ്ട്. മോനെ, ഈ തോട്ടം ഉണ്ടാക്കി ഞാൻ അവരെ അതിന്റെ അകത്താക്കി. അതിന്റെ പുറകിൽ എന്റെ ഉദ്ദേശം, ഒറ്റ ഉദ്ദേശമുള്ളൂ. അവന്റെ മേൽ കിടക്കുന്ന വിളി വലിയ വിളിയാ. അവന്റെ മേൽ ഞാൻ കൈമാറാൻ പോകുന്ന അധികാരത്തിന്റെ വാഗ്ദത്വം വലിയ വാഗ്ദത്തമാണ്. പക്ഷേ ഇവന്റെ മേൽ ആ വാഗ്ദത്തം ഉണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഞാനൊരു സ്പേസിനകത്ത് ഇവനെ ആക്കാൻ പോകുക. ഒരു സ്ഥലത്തിനകത്ത് ഞാൻ ഇവനെ ആക്കാൻ പോകുക. ഒരു തോട്ടത്തിനകത്ത് ഇവനെ ആക്കാൻ പോകുക. ആ തോട്ടത്തിനകത്ത് ഇവന്റെ വിശ്വസ്തത തെളിയിച്ചാൽ, എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആ തോട്ടത്തിനകത്ത് ഇവന്റെ വിശ്വസ്തത തെളിയിച്ചാൽ ഞാൻ ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞ അധികാരത്തിന്റെ താക്കോൽ, ഞാൻ ഇവന് വാഗ്ദത്തം ചെയ്ത അധികാരത്തിന്റെ താക്കോൽ, ആകാശത്തിന്റെ മേലും ഭൂമിയുടെ മേലും സമുദ്രത്തിന്റെ മേലും വാഴാൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ അധികാരത്തിന്റെ താക്കോൽ ഞാൻ അവന് കൈമാറുക തന്നെ ചെയ്യും. ഇത് മനസ്സിലായില്ലാമേ പറഞ്ഞാട്ടെ. എന്താ അതിനകത്തുള്ള ദൂതെന്നറിയാമോ ദൈവമക്കളെ? ഒരൊറ്റ ദൂതയുള്ളൂ. ദൈവം ഏൽപ്പിക്കുന്ന ഒരു ചെറിയ കാര്യത്തിനകത്ത് നീ വിശ്വസ്തനായിരുന്നാൽ 100% ഉറപ്പിച്ചു പറയാം, ആരും ചെയ്യാത്തൊരു ശുശ്രൂഷ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആർക്കും ദൈവം കൈമാറാത്ത ചിലത് അധികാരത്തിന്റെ ശുശ്രൂഷകൾ. അതമേ, ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിന്നെ ഞാൻ ഈ സ്പേസിനകത്താക്കിയ, ഈ തോട്ടത്തിനകത്താക്കിയ, ഈ തോട്ടത്തിനകത്ത് നീ വിശ്വസ്തത തെളിയിച്ചാൽ നിന്നോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി കൊണ്ടുവരുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയെ നോക്കി ആത്മാവ് ദൂത് കൈമാറുകയാണ്. നീ വിശ്വസ്തനാണെങ്കിൽ, നീ വിശ്വസ്തയാണെങ്കിൽ ദൈവം നിന്നെ കുറിച്ച് പദ്ധതി തയ്യാറാക്കുന്ന പദ്ധതി, അതിന് വിരോധമായി ഏതു വലിയ യോർദാൻ ഒഴുകിയാലും ദൈവം നിന്നെ ഏൽപ്പിച്ച മേഖലയിൽ നീ വിശ്വസ്തത തെളിയിച്ചാൽ നിനക്കെതിരെ ഏതു വലിയ യോർദാൻ ഒഴുകിയാലും ആ യോർദാനെ വെട്ടിമുറിച്ച് അതിനകത്തുകൂടെ ദൈവം നിന്നെ എത്തിക്കേണ്ട ഇടത്ത് അവരെത്തിക്കാം. ഈ അവിടെ പിന്നെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവന്റെ ലൈഫിനകത്ത് അവിശ്വസ്തത വെളിപ്പെട്ടു. എങ്കിലും ഞാൻ പറയാം, അവന്റെ ലൈഫിനകത്ത് അവിശ്വസ്തത വെളിപ്പെട്ടിട്ടും ദൈവം അവന്റെ പുറകെ തന്നെ നിൽക്കുക. ഞാനൊരു ദൈവസഭയിലെ പാസ്റ്റർ, ഒരു നമ്മള് വില കൊടുത്ത് കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഉപവസിക്കുകയും എല്ലാ നിലകളിലും സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഒരു വിശ്വാസി പിന്മാറിപ്പോയാൽ നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കര വിഷമമുണ്ടാവും. വിഷമമുണ്ടാവുക മാത്രമല്ല, പിന്നെ മാനുഷികമായിട്ട് ചിലപ്പോൾ നമ്മൾ മിണ്ടത്തില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തകർച്ചുണ്ടെങ്കിൽ നമ്മൾ പറയും, അല്ലേ, എന്നെ വിട്ടു പോയത് കൊണ്ടാണ് ഈ വിഷയം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഒരു ശത്രുവിനെ പോലെ ആയിരിക്കും കാണും. പ്രൈസ് ഗോഡ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച ദൈവത്തിന്റെ മനസ്സ്, ദൈവം ഏൽപ്പിച്ച ഇടത്ത് ആ മനുഷ്യൻ അവിശ്വസ്തത കാണിച്ചു. അവൻ പാപം ചെയ്തു. ചെയ്യരുതെന്ന് പറഞ്ഞത് അവൻ ചെയ്തു. ദൈവം അത് കണ്ടു. അത് കണ്ട ദൈവം, ഇനി അവൻ തെറ്റ് ചെയ്തല്ലോ, ഇനി അവന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് ദൈവം ചിന്തിച്ചില്ല. വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാ ദിവസവും ദൈവം ഇറങ്ങി വരുന്ന അതേ സമയം പാപം ചെയ്ത ദിവസവും ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വരികയാണ്.
എന്തിനാണെന്നറിയാവോ? നഷ്ടപ്പെട്ടതിനെ മടക്കി പിടിക്കാൻ, നഷ്ടപ്പെട്ടതിനെ മടക്കി പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി പിടിക്കാൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ സഭയെ ദൈവം ഈ ദേശത്തിനകത്താക്കിയതിന്റെ പുറകിലെ ഉദ്ദേശം ആ ഒരൊറ്റ ഉദ്ദേശമാണ്. ഈ ദേശത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നത്, കുടുംബങ്ങൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നത്, മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നത്, അതിനെ തിരിച്ചു പിടിക്കാം. ഓ, ഇത് സഭയ്ക്കുള്ള ദൂത. ജനവരി ആരാധിച്ച് സ്വന്തം ചെയ്ത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാം. ഈ ആരാധനയെ കുറിച്ച് ഒരു ഭാഗം ഞാൻ പറയാം. സത്യത്തിൽ ഈ മനുഷ്യൻ പാപിയായി തീർന്നതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ആരാധന സ്ഥാപിക്കപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. പക്ഷെ ആരാധന സ്വർഗത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യം. ബൈബിൾ നിങ്ങൾ പഠിച്ചോ? സ്വർഗത്തിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യം ആരാധന. ദൈവത്തിന് എത്രത്തോളം പ്രാധാന്യതയുണ്ടോ അത്രത്തോളം പ്രാധാന്യത ആരാധനയ്ക്കുണ്ട്. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ആരാധനയുടെ ഒരു ലഘുചിത്രം നമുക്ക് അവിടെ യെശയ്യാ പ്രവാചകൻ തരുന്നുണ്ട്. അത് വളരെ നിങ്ങൾക്ക് വ്യക്തമാണ്, ശക്തമാണ്, നിങ്ങൾക്കറിയാം. ആരാധനയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തിന് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സ് ആരാധനയ്ക്കുണ്ട്. ആരാധനയുടെ ഗൗരവം, ആരാധന സ്വർഗത്തിൽ മാത്രം ഉണ്ടായിരുന്ന, ഈ സ്വർഗത്തിൽ മാത്രം ഉണ്ടായിരുന്ന ആരാധന, എന്റെ ചിന്ത ഭൂമിയിൽ കൊണ്ടുവന്നത് ആരാധന. സ്വർഗത്തിൽ മാത്രം ഉണ്ടായിരുന്ന ആരാധന ഈ ഭൂമിയിൽ കൊണ്ടുവന്ന ആരാ? ഞാൻ പറയാം, വീണുപോയ മനുഷ്യനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീണുപോയ ആദാമാണ് സ്വർഗത്തിലെ ആരാധന ഭൂമിയിൽ കൊണ്ടുവന്നേ. രാമേ പറ. നിങ്ങൾ ചിന്തിക്കും ദൂതന്മാരാണ് ആദ്യം. പക്ഷെ ഞാൻ വചനം പഠിച്ചപ്പോൾ, ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആദാമാച്ചാ കൊണ്ടുവന്ന ആരാധന ഭൂമിയിൽ. അടുത്തൊരു ചോദ്യമുണ്ട്, എന്തിനാ ആദാം ഭൂമിയിൽ ആരാധന കൊണ്ടുവന്നേ? ഈ വീണുപോയ ശ്രദ്ധിച്ചേ, വീണുപോയ മനുഷ്യനെ നോക്കി ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, ഈ വീഴ്ച സംഭവിച്ചു കഴിയുമ്പോൾ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് ഒരു വലിയ വാഗ്ദത്തം പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ വാഗ്ദത്തം, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൂത്. യഹോവയായ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നത്, വീഴ്ചയ്ക്ക് കാരണമായ സാത്താനെ നോക്കിയ, വീഴ്ചയ്ക്ക് കാരണമായ പാമ്പിനെ നോക്കിയ ദൈവം പറയുന്ന ഒന്നാമത്തെ ന്യായവിധിയുടെ ദൂത് അത് ഇത്രയേ ഉള്ളൂ: സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സ്വതന്ത്രം എന്തോ ചെയ്യും? നിങ്ങൾക്കറിയാമല്ലോ ഭാഗം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാം. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. വീഴ്ചയ്ക്ക് കാരണമായ സാത്താനെ, പാമ്പിനെ ദൈവം ന്യായം വിധിക്കുന്നു. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമടാ. നിങ്ങൾ കുറച്ചുകൂടെ അത് വിശദീകരിച്ചു തന്നാൽ നിങ്ങൾക്ക് അതൂതിന്റെ ആഴം മനസ്സിലാകും. എന്താ അതൂതിന്റെ ആഴം എന്നറിയോ? ദൈവം പറയുന്നത് ഞാൻ വിശദീകരിച്ചു തരാം. സാത്താനെ, ഈ ഭൂമിയിലെ ഒരു ശരീരം നീ കടമെടുത്ത് എൻ്റെ മക്കളെ പാർപ്പിച്ച തോട്ടത്തിനകത്ത് നീ കയറി എൻ്റെ മക്കളെ നീ തകർത്ത് കളഞ്ഞെങ്കിൽ, ആ തകർച്ച അവർക്ക് പർദീസ നഷ്ടപ്പെടുന്നതിന് കാരണമായെങ്കിൽ, കേട്ടോ സാത്താനെ, കാലസമ്പൂർണത വെളിപ്പെടുമ്പോൾ ഞാനും വരും ഈ ഭൂമിയിലെ ഒരു ശരീരം കടമെടുത്ത്. ഓ, ഞാനും വരുവട സാത്താനെ, ഈ ഭൂമിയിലെ ഒരു ശരീരം കടമെടുത്ത് നിന്റെ തല തകർക്കാൻ.
തല തകർക്കുക മാത്രമല്ല, നിന്റെ തല തകർത്തിട്ട് എന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസ ഞാൻ മടക്കി കൊടുക്കും. ദൂത് കിട്ടുന്നവർക്കായി സ്തോത്രം. അത് സ്വീകരിച്ചോ? അത് ആമേൻ പറഞ്ഞോ? അതാ ക്രൂശിൽ നടന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? അതാണ് ക്രൂശിൽ നടന്നത്. അവന്റെ തല യേശു തകർത്തു. ഓ റബ ശതരാധാരമാന, ഓ റബ റബ ശതരാധന, വൈഡഗനം ശബ്ദരാധനം. ഈ എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ ദൂത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചൊരു ദൂതുണ്ട്. മോനെ, വീണുപോയ ഒരു തലത്തിനകത്ത ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നേ. അനേകർ വീണുപോയ മണ്ണില ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നേ. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ അതിന്റെ മുകൾ നിർത്തിയിരിക്കുന്നത് ചുമ്മാതല്ല, കളിക്കാനല്ല, ആമേ ഉദാസീനത കാണിക്കാനല്ല, മടിയനായിരിക്കാനല്ല. പിന്നെയോ, നിന്നെ അതിന്റെ മുകൾ ഞാൻ ആക്കിയിരിക്കുന്നത് ചിലതിനെ തിരിച്ചു പിടിക്കാം, ചിലതിനെ തിരിച്ചു പിടിക്കാം, ചിലതിനെ തിരിച്ചു പിടിക്കാം. ഓ റബ്ബനാദേ, ഇത് പറയുമ്പോൾ തന്നെ ചിലവരുടെ അഭിഷേകം വീഴുന്നത് ഞാൻ കാണുകയാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ, നന്മകളെ തിരിച്ചു പിടിക്കാൻ, വാഗ്ദത്തങ്ങളെ തിരിച്ചു പിടിക്കാൻ, ദൈവമഹത്വത്തെ തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വത്തെ തിരിച്ചു പിടിക്കാൻ. സ്വീകരിക്കുക അത്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക അത്. നിന്റെ തലമുറയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, ഇന്നലകൾ എന്തെല്ലാം നഷ്ടപ്പെട്ടോ, ഇന്നലകൾ എന്തെല്ലാം നിന്റെ കയ്യിൽ നിന്ന് വീണുപോയോ, അതിനെയെല്ലാം തിരിച്ചു പിടിക്കാം. തോട്ടത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി, തോട്ടം നഷ്ടപ്പെട്ടു പോയി, സകലതും നഷ്ടപ്പെട്ടു പോയെങ്കിലും ഒടുവിലത്തെ ആദാം മടങ്ങി വന്ന് നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചു പിടിച്ചതുപോലെ, ആത്മാവിന്റെ ശക്തിയാൽ തിരിച്ചു പിടിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയത്, ഭവനത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയത്, ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയത്, ദേശത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുന്നു. ഞാനും വരുമ്പട സാത്താനെ ഒരു ശരീരം കടമെടുത്ത് നിന്റെ തല ഞാൻ തകർക്കും. എന്റെ മക്കളുടെ വീഴ്ചയ്ക്ക് കാരണമായി നിന്റെ തല ഞാൻ തകർക്കും. തകർത്തിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായ പറുദീസ ഞാൻ അവർക്ക് മടക്കി കൊടുക്കും, മടക്കി കൊടുക്കും. എന്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയുക, എന്റെ മുമ്പിൽ നിൽക്കുന്ന ജനം, എന്റെ മുമ്പിലിരിക്കുന്ന ജനം, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ജനം സാധാരണ ദൈവമക്കളല്ല. മടക്കി പിടിക്കുന്ന, തിരിച്ചു പിടിക്കുന്ന, സമാധാനത്തെ, സന്തോഷത്തെ, സ്വസ്ഥതയെ, സാമ്പത്തികത്തെ, തലമുറകളെ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഉണർവിന്റെ തീ ചിലരുടെ മേൽ കത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. ഉണർവിന്റെ തീ ചിലരുടെ മേൽ കത്തുന്നത് കാണുന്നുണ്ട്. ഈ തീയുമായി നീ നിന്റെ ഭവനത്തിൽ കാല് വയ്ക്കുമ്പോൾ തന്നെ ആ ഭവനത്തിലെ അന്തരീക്ഷങ്ങൾ പൊളിയുകയാണ്. ഈ തീയുമായി നിന്റെ ദേശത്ത് നീ കാല് വയ്ക്കുമ്പോൾ ആ ദേശത്തിന്റെ സ്വഭാവം മാറുകയാണ്. അങ്ങനെ ഒരു തലമുറയെ ഇന്ന് പകൽ സ്വർഗം എഴുന്നേൽപ്പിക്കട്ടെ. ഈ വാഗ്ദത്തം ഇവന്റെ മേൽ കിടക്കട്ടോ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് സാത്താനെ നോക്കി ദൈവം ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ ഈ ദൂതിന്റെ അവകാശി ആദാമിന്റെ മക്കളാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലായോ?
ഇതിന്റെ പറയുന്നത് ന്യായവിധിയുടെ ദൂത് സാത്താനെ നോക്കിയാണെങ്കിലും ഇത് അവകാശി ആദാമിന്റെ മക്കളാണ്. ഇവര് പുറത്തായി കേട്ടോ, തോട്ടത്തിന്റെ പുറത്തായെങ്കിലും ഇവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം തിരിച്ചു കയറണം. പക്ഷെ ദൈവം പറഞ്ഞൊരു സമയമുണ്ട്. ഇവർക്കൊരു കാര്യം മനസ്സിലായി. ദൈവം പറഞ്ഞ ഈ വാഗ്ദത്തം എൻ്റെ മേൽ വെളിപ്പെടണമെങ്കിൽ എന്റെയോ എൻ്റെ പെണ്ണുപിള്ളയുടെയോ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നടക്കത്തില്ല. ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് നടക്കത്തില്ല. തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഞങ്ങളെ നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറണമെങ്കിൽ അത് ദൈവം വിചാരിച്ചാലേ നടക്കും. കേട്ടെ, ആരാധന ഭൂമി സ്ഥാപിച്ച കാര്യം ഞാൻ പറഞ്ഞു വരുന്നേ. ഈ പറഞ്ഞ വാഗ്ദത്തം എൻ്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ദൈവം വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പൊ ആദാമിന്റെ മനസ്സിനകത്തുള്ള ചിന്ത, ദൈവം വിചാരിക്കണമെങ്കിൽ ദൈവത്തെ എനിക്ക് സ്വാധീനിക്കണം. ആമേൻ. ദൈവം ചുമ്മാതെ വിചാരിക്കത്തില്ല. ദൈവത്തെ സ്വാധീനിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എന്നിലേക്ക് കൊണ്ടുവരണം. ദൈവത്തെ സ്വാധീനിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പൊ ആദാം നോക്കുകയാണ്, ദൈവത്തെ സ്വാധീനിക്കാൻ എന്തിനു പറ്റും? അവസാനം ഒരു വെളിപ്പാടിൽ അവനെത്തി. ദൈവത്തെ സ്വാധീനിക്കാൻ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒന്നിനെ കഴിയൂ. അത് ആരാധനയാണ്. ഓ, ആരാധിക്കുന്നവന്റെ നടുവിൽ വീരനെ പോലെ ആ ദൈവത്തെ സ്വാധീനിക്കാൻ, ദൈവത്തെ പിടിക്കാൻ, എന്റെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ മനസ്സിനെ കവരാൻ, ദൈവത്തിന്റെ ഹൃദയത്തെ കവരാൻ, അണ്ഡകടാകത്തെ സൃഷ്ടിച്ച ദൈവത്തെ എന്റെ അടുക്കലേക്ക് ഇറക്കാൻ കഴിയുന്ന ഒരൊറ്റ മേഖല, ഒരൊറ്റ വഴി, അത് ആരാധനയാണ്. ആരാധനയുടെ പ്രത്യേകത ഇതാണ്. ആരാധനയുടെ ശക്തി ഇതാണ്. ആരാധനയുടെ വെളിപ്പാട്. നീ പാടുന്നതും നീ കൈയടിക്കുന്നതും ഞാനും നിങ്ങളും തുള്ളിച്ചാടുന്നതും ശരീരം നോക്കാതെ, വസ്ത്രം നോക്കാതെ, അവസ്ഥകൾ നോക്കാതെ ആരാധനയ്ക്കകത്ത് വില കൊടുത്ത് നിൽക്കുമ്പോ നീ മനസ്സിലാക്കണം, അടുത്തിരിക്കുന്നവൻ കളിയാക്കുമ്പോഴും അടുത്തിരിക്കുന്നവൻ പരിഹസിക്കുമ്പോഴും ഇവൾക്ക് എന്താ ഇത്ര ചാട്ടമെന്ന് ചിന്തിക്കുമ്പോഴും നീ മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവത്തെ പിടിക്കാൻ. ഓ, ദൈവത്തെ പിടിക്കാൻ. അതാ യേശു പറഞ്ഞേ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, അത് വന്നിരിക്കുന്നു. ഈ വെളിപ്പാടിൽ ദൈവത്തെ ആരാധിക്കണം കേട്ടോ. ഈ വെളിപ്പാടിൽ ദൈവത്തെ ആരാധിച്ചാൽ കരമടിക്കാൻ ആരും പറയണ്ട, കൈ ഉയർത്താൻ ആരും പറയണ്ട, ഉറക്കെ പാടിയാട്ടെ എന്ന് ആരും പറയണ്ട. ഈ വെളിപ്പാടിൽ നീ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ എന്റെ ആരാധന ദൈവത്തെ സ്വാധീനിക്കാനാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വഴിയാണ് ആരാധന. ദൈവത്തെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ആരാധന. ഈ വെളിപ്പാടിൽ നീ ദൈവത്തെ ആരാധിച്ചാൽ ഒരുപാട് വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, അത് ആരാധനയാണ്. ഈ വില കൊടുത്ത് ആരാധിക്കുന്ന മാതാപിതാക്കളെ ഒരുപാട് പഴി കേട്ട്, നിന്ന കേട്ട്, ഒരുപാട് കരഞ്ഞ്
നാട്ടുകാരിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, സ്വന്തം ഭാര്യയിൽ, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന് ഒത്തിരി നിന്ദിക്കപ്പെട്ട് പഴികെട്ട് കർത്താവിനെ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. നിന്റെ മുഖത്തെ ആദരിക്കാതെ ദൈവം വിടത്തില്ല. നിന്നെ ആദരിക്കാതെ അവൻ വിടത്തില്ല. ഇത് ചുമ്മാ ഒരു ഇളക്ക പെരുപ്പത്തിന് വേണ്ടി പറയുകയല്ല. ഈ ദൂതിന്റെ അവകാശം ഇതിനകത്ത് ഇരിപ്പുണ്ട്. നീ ഉപവസിച്ചത് വെറുതെയല്ല, നീ കരഞ്ഞത് വെറുതെയല്ല, നീ പ്രാർത്ഥിച്ചത് വെറുതെയല്ല, നീ മുട്ടിൽ നിന്ന് കരയുന്നത് വെറുതെയല്ല. ഓ, നീ 40 ഇരുന്നതും 21 ഇരുന്നതും 7 ഇരുന്നതും ദിവസങ്ങൾ എണ്ണാതെ ദൈവസ്ഥ ഇരുന്നതൊന്നും വെറുതെയല്ല. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കുന്നവന്റെ കൂടെ ദൈവം നിൽക്കും. കേട്ടോ, ആരാധിക്കുന്നവന്റെ കൂടെ ദൈവം നിൽക്കും. സാഹചര്യങ്ങൾ നോക്കാതെ ആരാധിക്കുന്നവനോട് കൂടെ ദൈവം നിൽക്കും. അവന്റെ തലമുറകളെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ, എന്നെ ദൈവം ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തിയതുപോലെ അനേക ദേശങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ ആരാധിക്കുന്നവന്റെ തലമുറയെ ദൈവം നിർത്തും. നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവർത്തിക്ക് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരാധന. നാളെ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരാധന. നാളെ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന ദൈവപ്രവർത്തിക്ക് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രാർത്ഥന. ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരാധന, പ്രാർത്ഥന, ഉപവാസം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാൾ കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു. പ്രിയരേ, മക്കളെ, ഏതെല്ലാം ആരാധനകളിൽ, ഏതെല്ലാം പ്രാർത്ഥനകൾ, അത് ചർച്ചിൽ നടക്കുന്ന യോഗമാകട്ടെ, അത് പരസ്യ സ്ഥലത്ത് നടക്കുന്ന സുവിശേഷ യോഗമാകട്ടെ, ഇനി വേറെ പൊതുവായ സ്ഥലത്ത് നടക്കുന്ന ഒരു പരസ്യയോഗമാകട്ടെ, ഏതെല്ലാം മേഖലയിൽ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കേണ്ട ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ, ഈ മനോഭാവത്തിൽ നിന്ന്, ഈ വെളിപ്പാടിൽ നിന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ഈ വെളിപ്പാടിൽ നിന്ന് ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ ആ പ്ലാറ്റ്ഫോം ദൈവത്തിന്റെ പ്ലാറ്റ്ഫോമായി മാറും. ആ സ്ഥലം ദൈവത്തിന്റെ സ്ഥലമായി മാറും. ആ ഭവനം ദൈവത്തിന്റെ ഭവനമായി മാറും. ആ ഭൂമി, ആ മണ്ണ് ഉണർവിന്റെ മണ്ണായി മാറും. ഈ മനുഷ്യന്റെ മനസ്സിലായി ഒരൊറ്റ വഴിയോ ദൈവത്തെ സ്വാധീനിക്കാൻ.
അത് ആരാധനയാണ്. മക്കള് ജനിച്ച ഈ 2 പിള്ളേര്, അവരോടും ഈ അപ്പൻ ഈ ദൂത് കൈമാറി, മോനെ വാഗ്ദത്തം ഉണ്ട് നമുക്ക്, പക്ഷേ ദൈവത്തെ സ്വാധീനിച്ചാലേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ സ്വാധീനിക്കാൻ ഒരൊറ്റ വഴി, ആ വഴി ആരാധനയാണ്. 2 പേരോട് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഈ അപ്പനും അമ്മയും പോകുമ്പോൾ പിള്ളേരെ 2 പേരെയും കൊണ്ടുപോകും. ഒരു ചരിത്ര പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ച ഭാഗം ഇങ്ങനെയാണ്. കയ്യനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ആരാധനയൊന്നും ഇഷ്ടമല്ല. ആമേൻ. ആരാധന പുള്ളിക്ക് ഇഷ്ടമല്ല. സ്വോത്രം കുറയരുത്. പുള്ളിക്ക് ആരാധന ഇഷ്ടമല്ല. അദ്ദേഹത്തെ കുറിച്ച് ആ ചരിത്ര പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്, അപ്പൻ യാഗപീഠം ഉണ്ടാക്കുമ്പോൾ, അപ്പൻ യാഗമൃഗത്തെ വെട്ടുമ്പോൾ, തീ കത്തിക്കുമ്പോൾ ഇവന് അതൊന്നും ഗൗരവമല്ല. ഇവൻ ചെയ്യുന്നത് മോനെ ഏറ്റവും പുറകിൽ പോയി കൈയും കെട്ടി നിൽക്കുമെന്ന് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. ആ ചരിത്ര പുസ്തകത്തിനകത്ത് ഏറ്റവും പുറകിൽ പോയി കൈയും കെട്ടി തലയും ചൊറങ്ങിയിരിക്കും. ആമേൻ. ഇതുപോലത്തെ കയ്യന്മാർ ഇന്ന് നമ്മുടെ ആലയത്തിനകത്തും ഉണ്ട്. ഇവിടുത്തെ കാര്യമില്ല, എൻ്റെ കോവളത്തെ കാര്യമാണ് പറയുന്നത്. എത്ര തീയാണെങ്കിലും എത്ര ഉണർവാണെങ്കിലും എത്ര സംഭവം എന്ന് പറഞ്ഞാലും അവർക്കിതൊന്നും വിഷയമില്ല. അവർ ഏറ്റവും പുറകൊരു സീറ്റ് നോക്കി, ചുവരിൻ്റെ സൈഡ് നോക്കി, അല്ലെങ്കിൽ ഒരു തൂണ് നോക്കി ചാരിയിരുന്ന് അവർ സുഖമായിട്ടിറങ്ങും. ദൂതൻ ഇറങ്ങിയാൽ എന്താ, വെളിച്ചം വീശിയാൽ എന്താ, പത്രോസ് ഉണർന്നാൽ എന്താ, ചങ്ങല പൊട്ടിയാൽ എന്താ, ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. കയ്യൻ നമുക്ക് വേണ്ട, കയ്യിന്റെ സ്വഭാവം നമുക്ക് വേണ്ട. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പറ, കയ്യിന്റെ സ്വഭാവം നമുക്ക് വേണ്ട. ഓ സ്വോത്ര സ്വോത്ര സ്വോത്രം. ഹാബേലിനെ കുറിച്ച് ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. ഹാബേലിന്റെ പ്രത്യേകത, ചേട്ടൻ ഏറ്റവും പുറകിൽ പോയി നിർവിചാരനായി നിൽക്കപ്പെടുമ്പോൾ അനിയനെ കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ അവന്റെ അപ്പന്റെ കൂടെ നിൽക്കും, അപ്പനോട് ചേർന്ന് നിൽക്കും, ആരാധനയ്ക്ക് അപ്പനെ സഹായിക്കും, അപ്പന്റെ കൂടെ നിന്ന് ദൈവത്തെ ആരാധിക്കും. ഇനി ആരാധനയുടെ ഇടയിൽ അപ്പൻ ചെയ്യേണ്ടത് എന്തെങ്കിലും അപ്പൻ മറന്നുപോയാൽ ഇവൻ ഓർമ്മപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അപ്പന്റെ കൂടെ ഹാബേൽ നിന്നു. അവനെ ദൈവം കണ്ടു. അപ്പന്റെ കൂടെ നിന്ന് ദൈവത്തെ അവൻ ആരാധിച്ചപ്പോൾ, ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ ഹാബേലിനെ ഉടക്കി. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങൾ ഉടക്കണമെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് കവരണമെങ്കിൽ ഒരൊറ്റ വഴി, അത് ആരാധനയാണ്. ആരാധനയിൽ നിന്ന് ഒരുത്തൻ മാറി നിന്നപ്പോൾ അവനെ സാത്താൻ കണ്ടു. അവന് മനസ്സിലായി ഇവന്റെ അകത്ത് കയറാൻ എളുപ്പമാണ്. ആരാധനയിൽ നിന്നും മാറി നിൽക്കുന്നവനെ സാത്താൻ കണ്ടു. സാത്താന് മനസ്സിലായി ഇവനെ എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എളുപ്പമാണ്. പ്രൈസ് ഗോഡ്. ഒത്തിരി വിശദീകരണങ്ങൾ, ചരിത്ര സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാം. ആരാധനയിൽ ചേർന്ന് നിന്നവനെ ദൈവം കരത്തിൽ പിടിച്ചു. ആരാധനയിൽ നിന്നും മാറി നിന്നവന്റെ അകത്ത് സാത്താൻ കയറി. സ്തോത്രം. തീർന്നില്ല. ഒരു ഭാഗം കൂടെ തൊട്ടിട്ട് ആ ഭാഗത്ത് ഞാൻ വിടാം. തീർന്നില്ല. ആരാധന ഇഷ്ടപ്പെടാത്തവന്റെ അകത്ത് സാത്താൻ കയറി. സാത്താൻ കയറി എന്താ ചെയ്തേ? ആരാധിച്ചവനെ തകർത്ത് കളഞ്ഞു. ദൈവപ്രസാദം പ്രാപിച്ചവനെ തകർത്ത് കളഞ്ഞു. ദൈവം സ്നേഹിച്ചവനെ തകർത്ത് കളഞ്ഞു. ഒരു നല്ല സ്വോത്രം പറയണം. അതാ കയ്യിന്റെ സ്പിരിറ്റ്, അതാ കയ്യിന്റെ ആത്മാവ്. എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ പ്രസാദം വീണവനെ ഒതുക്കിക്കളയുന്ന, ദൈവത്തിന്റെ ഫേവർ വീണവനെ ഒതുക്കിക്കളയുന്ന, ദൈവത്തിന്റെ ഇഷ്ടം വീണവനെ ഒതുക്കിക്കളയുന്ന, ദൈവത്തിന്റെ അനുഗ്രഹം വീണവനെ ഒതുക്കിക്കളയുന്ന, അത് എഴുതി ഒതുക്കും, അത് പറഞ്ഞൊതുക്കും, അത് പറഞ്ഞൊതുക്കും, അത് എഴുതി ഒതുക്കും,
അത് പലതും പ്രചരിപ്പിച്ച് ഒതുക്കും, പല കമന്റുകൾ പറഞ്ഞ് ഒതുക്കും. മനസ്സിലാക്ക്, അങ്ങനെയുള്ള കയ്യിന്റെ സ്പിരിറ്റ് ഈ ദേശത്തും ഈ സഭയ്ക്കെതിരെയും ഉണ്ട്. എന്നാൽ ഇത് പകൽക്കാലം ആത്മാവ് ശക്തമായി ഇത് കൈമാറുന്നു. ഓ, അവന്റെ ശക്തിയെ തകർക്കുന്ന ആ സ്പിരിറ്റിനെ പൊളിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകരം ഇവിടെ വീഴുകയാണ്. ഒരു കൂട്ടം തലമുറകൾ ഇവിടെ എഴുന്നേൽക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന, വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ സ്വർഗം എഴുന്നേൽപ്പിക്കുകയാണ്. ഒരു കൂട്ടം യുവജനത്തെ സ്വർഗം എഴുന്നേൽപ്പിക്കുകയാണ്. അത് ആത്മാവ് ഞാൻ കാണുന്നുണ്ട്. വീഴ്ച സംഭവിച്ചു തോട്ടത്തിനകത്ത്. ഒന്നാമത്തെ വീഴ്ച തോട്ടത്തിനകത്തെ വീഴ്ചയാണ്. ആ വീഴ്ച മുഖാന്തരം മനുഷ്യന് നഷ്ടമായത് ദൈവത്തിന്റെ തേജസ് നഷ്ടമായി. സ്വോത്രം. തോട്ടത്തിനകത്ത് സംഭവിച്ച വീഴ്ച, ആ വീഴ്ച മുഖാന്തരം മനുഷ്യന് നഷ്ടമായത് ദൈവത്തെയാണ്. ദൈവത്തിന്റെ തേജസ്സിനെയാണ്, ദൈവത്തിന്റെ തേജസ്സിനെയാണ് മനുഷ്യന് നഷ്ടമായത്. സ്തോത്രം. ഈ നഷ്ടമായ ദൈവത്തിന്റെ തേജസ്സിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇന്നത്തെ ജനം നെട്ടോട്ടം ഓടുകയാണ്. സ്തോത്രം പറഞ്ഞാൽ ഞാൻ പറയാം, ഏത് വലിയ ബ്യൂട്ടി പാർലറിനകത്ത് പോയി നീ വെളുപ്പിക്കാൻ നോക്കിയാലും നിന്റെ പോക്കറ്റ് വെളുക്കുന്നതല്ലാതെ